മമ്മൂക്കയും ലാലേട്ടനെ ഒരുമിച്ച് കണ്ടതിന്റെ സന്തോഷം. മമ്മൂട്ടി മോഹൻലാലിന്റെ അടിപൊളി പടം തകർത്താറുമാതി അഭിനയിച്ചിരിക്കുകയാണ്. വേറൊരു ലെവലായി പോയില്ല എന്തായാലും. ചരിത്രമാണ്. പടം കുഴപ്പമില്ല, കണ്ടിരിക്കാം. പക്ഷെ ലാലേട്ടനും മമ്മൂക്കയും തമ്മിലുള്ള സീൻസാണ് മെയിൻ പോസിറ്റീവ് പടത്തിൽ. അതായത് അവർ രണ്ടുപേരും തമ്മിലുള്ള പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലുള്ള കാർ ചേസ് സീനും അതുപോലെ ഹോസ്പിറ്റൽ ഫൈറ്റും കിടുമായിരുന്നു. ഓവറോൾ കൊള്ളാം. ഒരു തിയേറ്റർ കാണാൻ സെറ്റപ്പ് ഉണ്ട് അത്യാവശ്യം. നമ്മുടെ മമ്മൂക്കയായാലും ലാലേട്ടനായാലും നമ്മുടെ ഫഹദ് ഫാസിലായാലും കുഞ്ചാക്കോബനായാലും നയൻതാരയായാലും രേവതി ചേച്ചിയായാലും ഒരുപാട് ആർട്ടിസ്റ്റുകൾ. ഒരാളുടെ പേര് ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം സംവിധായകൻ മഹേഷ് നാരായണൻ്റെ കൈയടക്കം ഉള്ളൊരു ചിത്രം. ഇത്രയും ആർട്ടിസ്റ്റുകളാണ്. മാസ് പടം എന്നുള്ള രീതിയിലല്ല ഇത് വന്ന് കാണേണ്ടത്. സാമൂഹിക പ്രശസ്തിയുള്ള ഒരു വിഷയം അത് കൈകാര്യം ചെയ്യുന്നൊരു രീതി, അത് ഈ സംവിധായകൻ്റെ മറ്റുള്ള ചിത്രങ്ങളെടുത്താൽ നമുക്ക് കാണാവുന്ന ടേക്ക് ഓഫ് പോലുള്ള ചിത്രങ്ങൾ, അത് ഈ ഒരു ചിത്രത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. ഇത്രയും ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് നമ്മൾ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് മമ്മൂക്ക ലാലേട്ടൻ അവർ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ്. ഇന്ത്യൻ സിനിമയുടെ മുഖമുദ്ര തന്നെയാണ്. പടം ഒക്കെ എൻ്റർടൈൻമെൻറ്റ് മോഡൽ പടമാണ്. അതുപോലെ തന്നെ സോൾജിയർ എന്താ പറയേണ്ട, നമ്മളിപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ് സ്ത്രീകൾക്കെതിരെയുള്ളൊരു അതൊക്കെ ശരിക്കും സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ലാലേട്ടനായാലും മമ്മൂക്ക ആണെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ 2026. പിന്നെ വേറൊരു ലെവലായി പോയില്ല എന്തായാലും. സോൾജിയർ മോഡലൊരു മൂവി എന്തായാലും കൊള്ളാം, നല്ല പടമാണ്. എല്ലാവരും വന്ന് കാണണം. അതുപോലെ തന്നെ എല്ലാ വിജയ ആശംസകളും നേരും. അവർ പറയേണ്ട കാര്യമില്ല, അവരുടെയൊക്കെ അഭിനയം പക്ക ഇതാണല്ലോ. ഇപ്പം നമ്മളിപ്പോൾ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, അവരൊക്കെ വേറെ ലെവലാണല്ലോ. മമ്മൂക്കയും ലാലേട്ടനെ ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വീണ്ടും ഇത്തരം വലിയ സിനിമകളിലെടുക്കാൻ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വരട്ടെ. പ്രേക്ഷകരുടെ കൂടെ കണ്ടപ്പോൾ എക്സ്പീരിയൻസ് ഒന്നും പറയണ്ട, അതിൻ്റെ ഒരു രോമാഞ്ചം മാറിയിട്ടില്ല. ഭയങ്കര ഒത്തിരി സന്തോഷം. എന്താ പറയുക, എൻ്റെ ഒരു ആക്ടിങ് കരിയറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. പാറ്റേണിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനും ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഭയങ്കര അഭിമാനമുള്ള ഒരു കാര്യമാണ്. അതെന്തൊരു എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യമാണല്ലേ. എല്ലാ മലയാളികളുടെയും വികാരമാണ് അവർ രണ്ടുപേരും. സോ യെസ്, അത് എനിക്കത് പറഞ്ഞറിയിക്കാൻ വാക്കുകളൊന്നുമില്ല. സന്തോഷം തോന്നി. കുറേ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ അവർ ഒരു മൂവിയിൽ തിരിച്ചു വരുന്നത്. അപ്പം അവരുടെ കോമ്പിനേഷൻസ് ഒക്കെ കാണുമ്പോൾ ഗൂസ്ബംസ് വരും. ഭയങ്കര പ്രൗഡായിട്ട് തോന്നും. ഇറ്റ്സ് ഗുഡ്. ചരിത്രമാണ്. പറയാൻ വാക്കുകളില്ല. അൾട്ടിമേറ്റ് ഫാൻ ഗേൾ മൊമെന്റ്സ് ആയിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഈ പടം സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് എനിക്ക് ഈ കാസ്റ്റിംഗ് കിട്ടിയത്. പടം അനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒരു ഓഡിയൻസ് സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇങ്ങനത്തെ ഒരു മൂവി ഉണ്ടെന്ന്. ജസ്റ്റ് ആസ് എൻ ഓഡിയൻസ് ടു ഗോ വാച്ച് ദിസ് മൂവി. അഭിനയിക്കാനൊരു ഓപ്പർച്യൂണിറ്റി ഓഡിയൻസിലേക്ക് ഈ സിനിമ കാണാൻ വേണ്ടി എന്താ പറയുന്നത്? അതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഡിയൻസ് ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പോലത്തെ ഒരുപാട് സിനിമകൾ ചെയ്യാൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ മലയാളം ഇൻഡസ്ട്രിയിൽ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ബാരിയർ ബ്രേക്കിംഗ് മൂവി ആവട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടിപൊളി പടം. മെസ്സേജുകൾ ധാരാളം മെസ്സേജുകളുണ്ട്. എല്ലാവരും കണ്ടിരിക്കണം. അടിച്ച് കളിക്കുക. നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ കുറേ നാൾ ഷൂട്ട് ഉണ്ടായിരുന്നു. വളരെ എൻജോയബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട് ഫ്രെയിം ഷെയർ ചെയ്യാനും സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്നതും വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, മൂവി നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ആ ഫുട്ടേജ് നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് കാണാം, ക്യാമറയുടെ മോണിറ്ററിലോ അല്ലെങ്കിൽ നമുക്ക് സ്പോട്ട് എഡിറ്റിലോ കാണാം. മ്യൂസിക് വെച്ചിട്ട് ഇപ്പോഴാണ് ഇപ്പോൾ DI കഴിഞ്ഞ മ്യൂസിക്കിൽ കാണും. സുഷിൻ സാറിൻ്റെ മ്യൂസിക്കിൽ കാണുമ്പോൾ ഇത് വേറൊരു ഫീൽ. ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ച സാധനം സ്ക്രീനിൽ വരുമ്പോൾ വലിയൊരു എക്സ്പീരിയൻസ്. ലാലേട്ടനും മമ്മൂട്ടികളും ഒരു ടോപ്പിക് എന്നുള്ളത് ആ ഒരു ടോപ്പിക്കാണ്, ഒരു കോണ്ടന്റിൻ്റെ ഒരു ഇതാണ്. സോ ഇത്തരത്തിലേക്ക് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഈ സിനിമയുടെ വിജയം തന്നെയല്ലേ? അതെ, അത് ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ പാറ്റേണിൽ പറഞ്ഞുകൊണ്ടാണ് നമുക്കത് കൂടുതൽ, അല്ലെങ്കിൽ ഇത് ഈസിലി ഒരു ഡോക്യുമെൻ്ററി ടൈപ്പായി പോകുന്നൊരു കഥയാണ്. മനസ്സിലായില്ല, ഇത്രയും എൻ്റർടൈനിങ് ആയിട്ട് അത് മാനു സാറിൻ്റെ വർക്ക് ആസ് എ DOP, മഹേഷ് സാറിൻ്റെ എഡിറ്റിംഗ് ആൻഡ് ഹിസ് ഡിറക്ഷൻ പ്ലസ് സുഷിൻ സാറിൻ്റെ മ്യൂസിക്, ഈ കോമ്പിനേഷൻ പെർഫെക്റ്റ്ലി വർക്ക് ചെയ്തു. ദാറ്റ്സ് വൈ ഇത്രയും നല്ല ആക്ടേഴ്സ് വന്ന് മനോഹരമായിട്ട് കഥ പറയാൻ പറ്റും. ഫഹദ് ഫാസിലിനെ പോലെ ഒരു ആക്ടർ അപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക്, അല്ലെങ്കിൽ രാജീവ് മേനോൻ സാറിനെ കൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇത്രയും നമ്മുടെ ഹാർട്ടിലേക്ക് വരുന്നത്. ഹൗ ഡേഞ്ചറസ് ദ എക്വിപ്മെൻറ്റ് യു ആർ ഹോൾഡിംഗ് റൈറ്റ് നൗ ക്യാൻ ബി എന്നുള്ളത്.
തിയേറ്ററിൽ കാണുമ്പോൾ ഫഹദിന്റെ ഒരു 1 man ഷോയും കൂടെ സോ അത് ഫഹദ് ഫാസിലിന്റെ ഒരു 1 man ഷോയും കൂടെ ഭയങ്കര ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ് ഫാസ്റ്റായിട്ട് ഞാൻ ആ സീനിൽ വർക്ക് ചെയ്യുമ്പോൾ ഷോട്ട് കഴിഞ്ഞാൽ ഫാദുക്ക ആലോചിച്ച് കോൺവെർസേഷൻ ഉണ്ടാക്കിയിട്ട് സംസാരിക്കും. അതായത് ഞാൻ ഫാദുക്കയുടെ ഹോസ്റ്റലായിട്ടായിരുന്നു. ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഫാദുക്ക 8th 9th അന്നത്തെ കാര്യമൊക്കെ ചോദിക്കും. ശ്രാവൺ മുകേഷ് സാറിന് അവൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചൊക്കെ നല്ല രസമാണ് ഫാദുക്കയോടൊപ്പം വർക്ക് ചെയ്യുന്നത്. ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യും. ഈ കൺഫേം ദാറ്റ് ഫാദുക്ക ഫിലിം സ്കൂളിൽ പോയിട്ടില്ല, ആക്ടിങ് പഠിച്ചിട്ടില്ല എന്നാണ്. മലയാളി പ്രേക്ഷകർ ഇത്തരത്തിലേക്കുള്ള ടോപ്പിക് ഏറ്റെടുക്കാൻ എന്താ പറയുക എവല്യൂട്ട് ചെയ്ത് പറ്റുന്നത് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ തോന്നുന്നുണ്ട് ഓഡിയൻസ് 100%. നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയ ഒരു ക്രൗഡ്, ഏറ്റവും അപ്ഡേറ്റഡ് ആയ പ്രേക്ഷകരാണ്. അപ്പോൾ വേൾഡ് സിനിമയിൽ തന്നെ. അപ്പോൾ ഈ ടോപ്പിക്ക് തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മലയാളി ഓഡിയൻസ് തന്നെ ആയിരിക്കും. പാട്രിയോട്ട് എന്ന പടം 2026 എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? അല്ല, അത് ഹൗ ടെക്നോളജി ഇസ് യൂസ്. നമ്മൾ പൊതുവെ മലയാള സിനിമയിൽ ട്രഡീഷണൽ ബേസ്ഡ് കഥകളാണ് നമ്മൾ പൊതുവേ പറയാറുള്ളത്. പക്ഷേ ടെക്നോളജി ഇത്രയും ഭംഗിയായിട്ട് യൂസ് ചെയ്ത് ഇൻ ടേംസ് ഓഫ് ആക്ഷൻ സീക്വൻസസ് ആയാലും ഇൻ ടേംസ് ഓഫ് ലൊക്കേഷൻസ് ആയാലും, അപ്പോൾ ഇതിൻ്റെ ടേംസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ ഇൻസ്റ്റൻ്റ്ലി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതിലൊരു സീനുണ്ട്, മമ്മൂക്ക ഒരു ഫോൺ ഡിസ്മാൻഡിൽ ചെയ്യുന്ന. വലൈക്കും സ്ലാം. താങ്ക് യു. അപ്പോൾ അത് ഇൻസ്റ്റൻ്റ്ലി ആൾക്കാർ കൈയടിക്കുക. ബിക്കോസ് ദിസ് ഇസ് സംതിങ് വി ഡു. നമ്മൾ വ്ളോഗേഴ്സ് ഒരു ടെക്നിക്കൽ സാധനം പറയുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ എല്ലാവർക്കും ഈസിലി കണക്ട് ചെയ്യാൻ പറ്റും. Don't go with a lot of preconceptions and hype. ഒരുപാട് ഹൈപ്പം നോക്കാതെ പോയി കഴിഞ്ഞാൽ സിനിമ ഒരു ഡീസൻറ്റ് വാച്ചാണ്. ബട്ട് ഐ വോണ്ട് സീ ദാറ്റ് ഭയങ്കര അടിപൊളി പടമായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി അല്ലെങ്കിൽ അത്രയ്ക്കും അങ്ങനെ ഞാൻ പറയില്ല. ബട്ട് ദെൻ ഇറ്റ് വാസ് ഡീസൻറ്റ്. കാര്യം ഇൻഡിവിജ്വൽ പെർഫോമൻസ് എടുത്താൽ എല്ലാവരും 4 മെയിൻ സ്റ്റാർസ് ആയാലും രേവതി മാം ആയാലും നയൻതാര മാം ആയാലും ദർശന ആയാലും ആരായാലും എവരി വൺ വാസ് റിയലി ഗുഡ്. പക്ഷേ അതല്ലാതെ ദ ഫിലിം ഫസ്റ്റ് ഹാഫ് വാസ് റിയലി ഗുഡ്. ബോർ അടിക്കുന്നില്ല, ലാഗ് അടിക്കുന്നില്ല, എല്ലാം കറക്റ്റാണ്. എന്താ പറ്റിയെച്ചാൽ സെക്കൻഡ് ഹാഫിലേക്ക് വന്ന സമയത്ത് ദേ ആർ ആക്ച്വലി ഡിസ്കസിങ് എ വെരി സെൻസിറ്റീവ് ടോപ്പിക്, വെരി സീരിയസ് ടോപ്പിക്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ ദേ ആഡഡ് എ ലോട്ട് ഓഫ് ഇൻഫോസ്. അതിനെ എല്ലാത്തിനെയും കൺക്ലൂഡ് ചെയ്ത് വരുന്ന സമയത്ത് ഐ ഫെൽ ലൈക്ക് ദേ വെർ റഷിങ്. ഒരുപാട് റഷ് ചെയ്യുന്ന പോലെ തോന്നി. ഇമോഷണൽ കണക്റ്റ് ഉണ്ടായിരുന്നു സിനിമയിൽ ഇടയ്ക്ക് വെച്ച്, പക്ഷേ പിന്നീട് അത് ഇറ്റ് ഫെൽ ലൈക്ക് എ ബിറ്റ് ഫോഴ്സ്ഡ്. സോ ദാറ്റ്സ് ദ റീസൺ ഐഡ് സേ ഇറ്റ് ഈസ് നോട്ട് റിയലി ഗുഡ് ബട്ട് ദെൻ ഡീസൻറ്റ് വാച്ച്. മമ്മൂക്കയുടെ പടമായിട്ട് തന്നെ ഇത് പുതിയ മമ്മൂട്ടി ഫിലിമാണ്. ഓൺലൈൻ ശരിക്കും സൈഡാക്കിയാണ്. ലാസ്റ്റ് ആഴ്ച ഹാപ്പി ആവുകയും സെക്കൻഡ് ഹാഫ് ലാലേറ്റ് പറഞ്ഞ റോൾ എനിക്ക് പടം മുന്നിൽ വന്നേനെ. മൊത്തത്തിൽ സീരിയസ് ആയ ടോപ്പിക്കാണ്, റിലവൻറ്റ് ടോപ്പിക്കാണ്. എല്ലാവരും അഭിനയം നല്ലതാണ് എല്ലാവരും. പക്ഷേ സെക്കൻഡ് ഹാഫ് വരുമ്പോഴേക്കും മേക്കിംഗ് മോശമാവുണ്ട്, ലോജിക്കില്ല, ടേക്ക് ഓഫ് ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു സ്റ്റാർ കാസ്റ്റ് തൊട്ട് കാര്യമില്ല. നല്ല സ്ക്രിപ്റ്റ് വാഴ 12 എൻ്റെ സ്റ്റാർ കാസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് മുതലാക്കിയ കാശ് കിട്ടും, ടൂറിസ്റ്റിന് ചിലവാക്കിയ കാശ് കിട്ടും. ഇത് വലിയ ടണ്ണാകുമ്പോൾ ലാലേട്ടൻ സെക്കൻഡ് ഹാഫ് നല്ല റോൾ കൊടുത്തെങ്കിൽ ഫിലിം വേറെ ലെവലിൽ പോയത്. ടോപ്പിക്ക് റെലവൻ്റാണ്, നമുക്ക് കേട്ടിട്ടുള്ളതാണ്, എന്നാലും പറയേണ്ട ടോപ്പിക്ക്. മമ്മൂട്ടി മോഹൻലാലിൻ്റെ നല്ല അടിപൊളി പടം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പർ പടമാണ്. പിന്നെ ഇന്ദ്രൻസ് അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ തകർത്താറുമാതി അഭിനയിച്ചിരിക്കുകയാണ്. എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയ നല്ല അടിപൊളി പടമാണ്. നല്ല മെസ്സേജും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പ്രേക്ഷകർക്ക് കൊടുക്കുന്നുണ്ട്. അതായത് 3-4 മെസ്സേജ്, യഥാർത്ഥ ഒരു മെസ്സേജിൻ്റെ കാര്യം പറയാം. അതായത് നമ്മുടെ ലാപ്ടോപ്പ് അതുപോലെ തന്നെ മൊബൈലൊക്കെ ഓരോ കമ്പനിക്കാർ വിറ്റിട്ട് അത് അതിനകത്തുള്ള ക്യാമറ വിഷ്വൽ കാര്യങ്ങൾ ഒക്കെ ഓരോ പിന്നെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് ബ്ലാക്ക് മെയിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന ആ ഒരു മിസ്യൂസിങ് കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു പടമാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി പടമാണ്. മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും ഈ കോമ്പിനേഷൻ അതും ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ എന്തായാലും ആരും മിസ് ചെയ്യരുത്, എല്ലാവരും തിയേറ്ററിലേക്ക് വന്ന് ഈ പടം ഒരു തവണയെങ്കിലും കാണും. നമ്മുടെ 2 സൂപ്പർ സ്റ്റാറിൻ്റെ പടങ്ങൾ വർഷങ്ങൾക്ക് ശേഷം നമ്മളെല്ലാവരും ചെറിയ പ്രായത്തിലായിരിക്കും നമ്മൾ ഈ പടം കണ്ടത്. 19 വർഷത്തിന് ശേഷം നമ്മൾ ഈ ഒരു പടം ഒരുമിച്ച് കാണുന്നത്. അപ്പോൾ മലയാളികൾക്ക് ഇതൊരു ആഘോഷമാണ്. പിന്നെ അതിലുപരി ഞങ്ങളെ സംബന്ധിച്ച് 2 പേരുടെയും കൂടെ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ അത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമാണ്. പിന്നെ പടം ഗ്യാരണ്ടിയാണ്. അതൊരു മഹേഷ് നാരായണ മൂവിയാണ്. നിങ്ങളെല്ലാവരും പറയുക ഇതൊരു 2020യും അത് മമ്മൂക്ക ലാലേട്ടൻ്റെ ഇടിയും അങ്ങനെ കാണാൻ പറ്റരുത്. ഇതൊരു മെസ്സേജ് തരുന്ന അവരുടെ ക്യാരക്ടറായിട്ടുള്ള ഒരു പടമാണ്. ആ രീതിയിൽ നിങ്ങൾ വന്ന് കാണുക. വളരെ മികച്ച സ്റ്റാർ വാല്യുള്ള പടമല്ല, കാരണം ഇന്ന് കേരളം കാണുന്ന ഏറ്റവും നല്ല അഭിനേതാക്കളുള്ളൊരു പടമാണിത്. 2020 ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം 2020 എന്നുള്ളതൊരു എൻ്റർടൈൻമെൻറ്റ് പടമാണെങ്കിൽ ഇതൊരു നമ്മുടെ സമൂഹത്തിന് എടുക്കുന്ന നല്ലൊരു മെസ്സേജ് കൂടി ഇതിലാണ്. സന്തോഷമല്ലേ മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ ഒരു കോംബോ വന്നത്? തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് മലയാളക്കാരെ ഇത് നാളെ മോഹൻലാൽ ഫാൻസ്, മമ്മൂട്ടി ഫാൻസ്
അല്ല മലയാളക്കാരെ മൊത്തം ഇത് ഏറ്റെടുക്കും. കാരണം ഇപ്പോഴത്തെ ടെക്നിക്കൽ യുഗം, നമ്മുടെ സോഷ്യൽ മീഡിയ യുഗം, ഇതിലൊരുപാട് നമ്മൾ കാണുന്ന ഒരു അപകടങ്ങളുണ്ട്. അപകടങ്ങളൊക്കെ ഇത് ശരിക്കും വരച്ച് കാണിക്കും. ലാപ്ടോപ്പ് പോലുള്ള അല്ലെങ്കിൽ മൊബൈൽ പോലുള്ള അതെ നല്ലൊരു മെസ്സേജ്. കാരണം നമ്മൾ ഇന്ന് വരെ തീർച്ചയായിട്ടും ഇന്ന് വരെ നമ്മളെ മലയാള ഒരു സിനിമയിൽ ഇതുവരെ ഒരു നല്ലൊരു മെസ്സേജ്, ഇങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും എല്ലാവർക്കും നമ്മുടെ സമൂഹത്തിൽ ഞാൻ പറയാം, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ കാണാവുന്ന ഒരു പടമാണ്. അതിൻ്റെ എല്ലാ ജീവിതങ്ങളും അതിൽ ഉൾക്കൊള്ളും. തീർച്ചയായിട്ടും മസ്റ്റ് കാണും. കാരണം നാളെ നമുക്കത് ഉപകാരപ്പെടുന്ന ഒരു സമൂഹത്തിന് ഉപകാരപ്പെടുന്ന നമ്മുടെ മക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അതെങ്ങനെയാണത് ഇപ്പോഴത്തെ യൂത്തിന് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെ. തീർച്ചയായിട്ടും അവർ നമ്മുടെ ഒരു 2020 പോലൊന്നും ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർ മോഹൻലാലിൻ്റെ എൻട്രിയൊക്കെ വളരെ ഭംഗിയായിരുന്നു. മമ്മൂട്ടി തുടക്കം മുതലുണ്ട് ഇതിൽ. അപ്പോൾ അവരുടെ വളരെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവർ ശരിക്കും എല്ലാവരും അവരുടെ കോമ്പിനേഷൻ സമൂഹത്തിൽ നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യുന്നുള്ളൂ. കാരണം സോഷ്യൽ മീഡിയയുടെ ഇപ്പോഴത്തെ ദുരുപയോഗങ്ങൾ, ലാപ്ടോപ്പ് പോലുള്ള മൊബൈൽ പോലുള്ള ഉപയോഗങ്ങൾ വളരെ വർദ്ധിച്ചു വരണം, ദുരുപയോഗങ്ങൾ. അപ്പോൾ അതിനെതിരെയുള്ളൊരു മെസ്സേജ് ഇതിൽ നന്നായിട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ യൂത്ത് അത് വളരെ സക്സസ്ഫുള്ളാവും. അതുപോലെ സമൂഹത്തിൽ നമ്മുടെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്കൊക്കെ അത് ഉപകാരപ്പെടുന്നതാണ്. എല്ലാവരും അത് എൻജോയ് ചെയ്യുമെന്നുള്ളതാണ് സമൂഹത്തിൽ നാളെ നമ്മുടെ കേരളക്കരയാകെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നൊരു വിഷയം കൂടിയാണിത്. ഈ മെസ്സേജ് എല്ലാവർക്കും എത്തട്ടെ എന്നും കൂടി എല്ലാവർക്കും. ചാക്കോച്ചൻ തുടക്കം മുതൽ ചാക്കോച്ചനൊരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് അതിൽ. എങ്കിലും വളരെ ഭംഗിയായിട്ട് തന്നെ ചാക്കോച്ചനും ഫഹദ് ഫാസിലും വളരെ ഭംഗിയായിട്ട് തന്നെ അവിടെ റോള് ആരും മോശക്കാരായിട്ടില്ല. ഉള്ളവരൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ അവരുടേതായ റോളുകൾ വളരെ ഭംഗിയായിട്ട് അവർ പടം അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ മമ്മൂക്ക ലാലേട്ടനൊക്കെ 10-20 വർഷങ്ങൾക്ക് ശേഷം സ്കെയിലിൽ വരില്ലേ, അപ്പോൾ അതിലൊരു ആകാംക്ഷ കുറഞ്ഞിട്ടില്ല. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആര് സ്കോർ ചെയ്തെന്ന് ചോദിക്കേണ്ട ഒരു കാര്യമല്ല. അത് കൊടുത്ത ക്യാരക്ടർ രണ്ടാളാണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അതിൽ ആ കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയാണ് ശരിക്കും, നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ മഹേഷേട്ടൻ്റെ മാലിക്കൊക്കെ പോലത്തെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഡയറക്ഷൻ പാറ്റേണൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ നമുക്കൊരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ദാസേട്ടൻ്റെ പാട്ടുകൾ, മമ്മൂക്കയുടെ സിനിമകൾ, ലാലേട്ടൻ്റെ സിനിമകൾ എന്നൊക്കെ ഒരു സാധാരണ മലയാളികളിൽ ലോകത്തിലെല്ലാ മലയാളികൾക്കും കിട്ടുന്ന ഒരു സംഭവമാണ്. നമ്മളൊക്കെ സാധാരണ ജീവിതത്തിൽ ഒരു പാട്ട്, ദാസേട്ടൻ്റെ പാട്ട് കേൾക്കാത്ത ദിവസങ്ങളില്ല, ലാലേട്ടൻ്റെ സിനിമകൾ കാണാത്ത ദിവസങ്ങളില്ല. അതുപോലെ ഇത്രയും പണ്ട് മുതലേ 10-50 വർഷം ഇവർ രണ്ടാളും ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. അപ്പോൾ നമുക്ക് ആ രണ്ട് വലിയ താരങ്ങളെ നമുക്കൊരു സ്ക്രീനിൽ കാണാൻ കിട്ടുക എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് പാട്രിയോട്ട് എന്നുള്ള സിനിമ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത്.